ഇതെന്താണ് രാജുണ്ണ? ഭയങ്കര വൈറൽ റീൽസിലൊന്നാണ് ഈ പൂണ്ടിരാജൻ. പൂണ്ടിരാജൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് ലോക്കൽ ആളുകളിൽ ഗൈഡ് പോലെ നിൽക്കുന്നത്. നമ്മളൊക്കെ എപ്പോൾ ചെന്നാലും കൊടൈക്കനാലിൽ പോയാൽ ഇങ്ങനത്തെ ആളുകളൊക്കെ കാണാൻ പറ്റും. ഇവരാണ് എല്ലാ കാര്യത്തിലുള്ള ഡീലിങ്സ് ഒക്കെ ചെയ്തു തരുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഈ പൂണ്ടിരാജൻ വൈറലായത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോഴ്സ് റാഡിഷ് എന്ന് പറഞ്ഞ ഒരു മണ്ണിന്റെ അടിയിൽ വളരുന്ന ഒരു ടൈപ്പ് വേര് പോലെ, വേരല്ല ഒരു കിഴങ്ങ് പോലത്തെ ഒരു സാധനം, ഒരു ലേശം വണ്ണമൊക്കെ ഉണ്ടായിട്ട് ഈ സാധനം എടുത്ത് ഒരു തുണിയിലിട്ട് ഇങ്ങനെ ചതച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ താഴെ വിഷ്വൽ കാണാൻ പറ്റുമത്. ഈ സാധനം ഇങ്ങനെ മണത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഗ്യാസ് മൂക്കിലോട്ട് അടിച്ചു കയറും. ഈ സാധനം അടിച്ചു കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഭയങ്കര എരിച്ചിലും പെട്ടെന്ന് നമുക്കൊരു കിളി പോയൊരവസ്ഥ കിട്ടും നമുക്ക്. അല്ല, ഇത് ലഹരി അല്ല ആക്ച്വലി. പക്ഷെ ഒരു ഈ റീലിൽ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഇത് ഹൈ ആകുന്ന പോലെയാണ് തോന്നുന്നത്. അതെ, അത് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഈ ചില സമയത്ത് ഈ കാട്ടുള്ളിയുടെ കാട്ടുവെളുത്തുള്ളിയുടെ ഒരു തൈലമുണ്ട്. ആ സാധനം കണ്ടിട്ടുണ്ട്, പച്ചക്കളർ തൈലം. ഇത് മണക്കുന്ന സെയിം അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് സ്മെല്ലാണ്. ഈ സാധനം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ പറ്റുന്നത് ഇത് ഭയങ്കര നല്ലതാണ്. അതായത് മൈഗ്രെയിൻ ക്ലിയർ ആവാൻ വേണ്ടി, കഫക്കെട്ട് ഇത് ക്ലിയർ ആവാൻ, ലെൻസ്, ഇതിനെല്ലാം നല്ലതാണെന്നാണ് നമുക്ക് ഗൂഗിള് ഹോഴ്സ് റാഡിഷ് അടിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ചെറിയ ബുക്സ് ഒക്കെ അതിന്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേര് കൊടൈക്കനാലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്മാരെന്ത് പണിയത്, ഇയാളത് മണത്ത് അതിന് കുറച്ച് റീൽസ് ഒക്കെ ഇട്ട് കണ്ണിക്കൂടെ മ്യൂസിക് ഒക്കെ ഇട്ട് ഇത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്തോ ഒരു ലഹരിയാണെന്നുള്ള തോന്നല് ആൾക്കാരിലേക്ക് വന്നു. ബേസിക്കലി സംഭവം പറഞ്ഞാൽ ഈ ഓരോ സ്ഥലത്തും ഇപ്പം നമ്മൾ ആലപ്പുഴയിൽ ചെന്നാൽ അവിടെ ഒരാൾ കാണും, നമ്മളെ നൈസായിട്ട് ഒരു ഗൈഡ് കാണും. ആ ഗൈഡ് നമ്മളെ കറക്റ്റ് കുപ്പിയിലാക്കി നമ്മളെ എന്തൊക്കെ വേണ്ട ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത ഒരാൾ. ഇതും അതുപോലെ ഒരാളാണ്. ഇപ്പം നമ്മളിപ്പം കൊടൈക്കനാൽ ചെന്നാൽ, പൂണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഈ റീല് കണ്ടിട്ട് ആൾക്കാർ ഇയാളെ തേടി ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഇതെന്തോ ഈ വീഡിയോ കണ്ടിട്ട് ഇവരുടെ എല്ലാവരും വിചാരം എന്താണ്, ഇതെന്തോ വേറെന്തോ സാധനമാണ്. കാരണം ഈ പല ആൾക്കാരുടെയും മെയിൻ തെറ്റിദ്ധാരണ ഈ പറഞ്ഞ പോലെ മാജിക് മഷ്റൂം എന്നും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടിട്ട് അതാണല്ലോ പറയപ്പെടുന്നത്. അപ്പം ഈ സാധനം പറയുമ്പോൾ ഇതെന്തോ പുതിയ സാധനമാണ് എന്നറിഞ്ഞിട്ട് പിന്നെ ഈ റീലൂടെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ തെറിച്ച് നടക്കുന്നതായിട്ട് കാണുമ്പോൾ പാട്ടൊക്കെ ഇട്ട് അത് ഹോസ്റ്റ് റാഡിഷ് പറയുന്നുണ്ട്, പുള്ളി പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് മണപ്പിച്ച് നോക്കൂന്ന് പറയാൻ, മണപ്പിക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഈ കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, വേർത്ത് നോക്കുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ 90 അടിച്ച ഫീൽ ഇങ്ങനെ കറങ്ങി നടക്കുക തോന്നും. കാരണം ഇതിട്ടിട്ട് സ്ലോ മോഷനിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന സാധനം കാണുമ്പോഴത്തേക്ക് വിചാരിക്കും എന്തോ കൂടിയ സാധനമാണെന്ന് വിചാരിക്കും. പക്ഷെ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം സാധാരണ നമ്മളെ ഈ പറഞ്ഞ പല സ്കാംസും ഉണ്ട്. മറ്റേ ഉള്ളി ചതച്ചിട്ട് പാക്കറ്റിലാക്കി ഇത് അമൂല്യമായ ഹിമാലയത്തിൽ നിന്ന് വന്ന ഹെർബാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന സെയിം തട്ടിപ്പ് തന്നെ അതിന്റെ ഒരു അൾട്രാ ലോക്കൽ വേർഷൻ എന്ന് വേണേൽ പറയാം. പൈസ കൊടുക്കണല്ലേ? പുള്ളിക്ക് 600 രൂപ 1000 രൂപ എടുത്ത് പുള്ളി വാങ്ങിക്കും. ഈ സാധനം ഒരു പ്രാവശ്യം ചെയ്യണേനാ ലാഭമില്ലേ? ഞാൻ പറഞ്ഞ ഇത് വലിയ ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പഠനങ്ങളൊന്നും ആ കിട്ടുന്നൊരു ഗ്യാസ് ഉണ്ട്. ഇത് വലിക്കുമ്പോൾ കിട്ടുന്നൊരു ഗ്യാസ് ആണ് ഈ പറയുന്ന പെട്ടെന്ന് തലയ്ക്ക് ഒരു സ്റ്റഡൻ ബ്രേക്ക് പോലെ കിട്ടും, അല്ലെങ്കിൽ ഒരു സാധനം പോലെ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സിനെയാണ് ഈ കാണിക്കുന്നത് മുഴുവനും. പക്ഷെ അതിലും അപകടകരമായ എന്തൊക്കെ സാധനങ്ങൾ പൂണ്ട് വിളയാടുന്ന സ്ഥലമാണ് കൊടൈക്കനാൽ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ മാജിക് മഷ്റൂം പോലെയുള്ള കൂണുകൾ. ആക്ച്വലി മാജിക് മഷ്റൂം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന 100 കണക്കിന് വെറൈറ്റി കൂണുകളിൽ പെടുന്ന ഒരു ടൈപ്പ് ഓഫ് കൂണ് മാത്രമാണ് ഈ പറയുന്ന ഈ കൂണ്. ഈ കൂണ് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഇത് നോർമലി അത്യാവശ്യം മഴ ഉള്ള സമയങ്ങളിലേക്കാണ് ഈ സാധനം അവിടെ കിടക്കുന്നത്. ഇത് ചെന്നിട്ട് എന്തെങ്കിലും തേനിലോ എന്തെങ്കിലുമൊക്കെ മുക്കി കഴിച്ചാൽ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂൺ എന്ന് പറയുന്നത് ഹൈലി അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡുകളുണ്ട്. അത് ഓരോ ടൈപ്പ് ആസിഡാണ്. ചില ഓരോ കൂണിന് ഓരോ ടൈപ്പ്, നമ്മൾ കഴിക്കുന്ന കൂണിന് മാത്രമേ ഉള്ളൂ ആസിഡിന്റെ കണ്ടന്റ് ഇല്ലാത്ത. ബാക്കിയുള്ള എല്ലാ കൂണുകളിലും ഈ സാധനം ഉണ്ട്. നമ്മൾ കറി വെച്ച് കഴിക്കുന്ന കൂണിന് മാത്രം ആ ഇഷ്യൂ ഇല്ല. ബാക്കിയുള്ള എല്ലാ കൂണുകൾക്കും ഈ പറയുന്ന അതിന്റെ മേത്ത് പോയിസൺ, അതായത് ആസിഡ് എന്ന് പറയുന്നത് പോയിസൺ ആണ്. ഇപ്പൊ ഈ പാമ്പിന്റെ വിഷം എന്ന് പറയുന്നത് എന്താ ആക്ച്വലി? അത് പോയിസൺ അല്ലല്ലോ, അത് നമ്മുടെ അത് പ്രോട്ടീനാണ്. ഈ അമിതമായ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ മരിച്ചു, അല്ലാതെ പാമ്പിൻ വിഷം പോയിസൺ അല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സാധനം, ഈ കൂണിന്റെ പുറത്തുള്ള സാധനം. ആ പർട്ടിക്കുലർ കൂണെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആ കൂണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണോ, കെമിക്കൽ എന്താണോ, അത് നേരെ ബ്രെയിൻ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് കൂടിയ അളവിൽ നമുക്ക് കാഴ്ചകൾക്ക്, ഇപ്പം നമ്മൾ ഈ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, ഇതിനേക്കാളും കുറച്ചുകൂടി കളർ സെൻസിൽ ഇത് കാണാൻ പറ്റുമെന്നാണ് നിലവിൽ പഠനങ്ങളിൽ പറയുന്നത്. അപ്പം എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇതിന്റെ ഒരു ഈ ഇലകളൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഓറ ഉണ്ടല്ലോ, ഈ ഓറ ലേശങ്ങ് തെന്നി മാറി നിൽക്കും. ഈ ഓറ തെന്നി മാറണമെങ്കിൽ നമുക്ക് അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കണ്ണ് രണ്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഓറ തെന്നി മാറും. മനസ്സിലായോ? അത് നോർമലാ. നോക്കിയേ, നമുക്കൊരു വിഷ്വൽ നോക്കി കഴിഞ്ഞാൽ കണ്ണിന് ഇങ്ങനെ കാണിച്ചാൽ മതി. മരം വേറെ, ഓറ വേറെ ആയിട്ട് വരും. ലൈറ്റിലേക്ക് നോക്കിയില്ല, സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കണ്ണ് അടച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നീല വെട്ടം ചുറ്റുവട്ടം കാണാൻ പറ്റും. ഈ പറയുന്ന പോലെ എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്ന് പറയും ഈ സാധനം കഴിച്ച്. നമുക്ക് അതിന്റെ ന്യൂസ് ഒന്നും പുറത്തു വരുന്നില്ല. ഈ സാധനം കഴിച്ച് പലതും പേടിച്ച് ട്രോമയിലായി ഒരുപാട് ആങ്സൈറ്റി ഡിപ്രഷനിലോട്ടൊക്കെ പോയി. അതായത് ഇത് അമിതമായി കയറുന്ന ആസിഡാ. ഇതിന് ഹാലൂസിനേഷൻ സ്റ്റേജിലോട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഹാലൂസിനേഷൻ സ്റ്റേജിനകത്ത് എന്ത് വിചാരിക്കുന്നു, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ദുഃഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, തെറ്റുകാരനായിരിക്കും, എന്തൊക്കെ സംഭവിക്കുന്നത് അത് ബ്രെയിനിൽ നേരെ സേവ് ആവും. ഇത് ഒരിക്കലും പിന്നെ റിമൂവ് ആവില്ല. ഈ സാധനം പിന്നെ മരണത്തിലോട്ട് ഒത്തിരി നേരം എടുക്കുമോ ഇതിന്റെ ഒരു ഇത് പോവാൻ, കിക്ക് പോവാൻ? മിനിമം പറയുന്നത് 10-12 മണിക്കൂറോളം ഇത് നീണ്ടു അല്ല, നിൽക്കും. ഇപ്പോഴത്തെ ഈ പറയുന്ന ഈ കെമിക്കൽ ഡ്രഗ്സുകളുണ്ടല്ലോ, ഈ കെമിക്കൽ ഡ്രഗ്സ് അല്ലെങ്കിൽ അതെല്ലാം ഈ പറയുന്ന ഈ കുറച്ച് ടൈം എടുത്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ചില ഇപ്പം ന്യൂ ഇയർ കഴിഞ്ഞ് പല പല പാർട്ടികളുടെ ഫോട്ടോസും സാധനങ്ങളൊക്കെ വരുമ്പം എല്ലാവരും ഒരു കറങ്ങി നിൽക്കുന്ന ഫീലിലേക്ക് സാധനം വരാൻ കാരണം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, കാരണം കുറച്ച് ടൈമാണ്, ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ വരെ ഇപ്പം നമുക്ക് ഓൺലൈനിൽ നോക്കി അതിൻ്റെ ആർട്ടിക്കിൾസ് വായിക്കാൻ പറ്റും. അതായത് ഭയങ്കര കാമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അനു എന്ന് വിചാരിച്ചു. കുറച്ച് ഇൻട്രോവേർട്ടാണ്, ഹൈപ്പർ ആക്ടിവിറ്റി ഡ്രഗ് ഉണ്ട്. ഒന്നുമില്ല, ട്രാൻസ് സിനിമയിൽ പകുതി ചെയ്യുന്ന സെയിം സാധനം. ഇത് കഴിച്ചിട്ടാണല്ലോ അല്ലേ? ഇയാൾക്കൊരു ഒരു തുള്ളിച്ചാടി മറ്റേ ഒരു DJ പാർട്ടിയിൽ നിന്ന് തുള്ളുന്ന പയ്യന്റെ ഒരു ഫീലിലേക്ക് വരും. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ കെമിക്കൽസ് എങ്ങനെ നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ കട്ട് ചെയ്യുന്നു, ആ റിലേ കട്ട് ചെയ്യുന്നത് ഇത് ഈ സ്റ്റേജിലാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുക. അത് സാധനം അതിപ്പോ ഈ പറയുന്ന പല ആർട്ടിക്കിൾസും വരുന്നത് ഇത് സാധാ ഒരു നമ്മളിപ്പോ പറയത്തില്ലേ, ഇപ്പം കപ്പയാണെങ്കിൽ പോലും ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ചതച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഫോം, ഒരു വൈറ്റ് ലിക്വിഡ് ഫോം പോലെ വരത്തില്ലേ. ഇത് റാഡിഷ് പോലത്തെ ഒരു കിഴങ്ങാണ്. ആ കിഴങ്ങിട്ട് ചതയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഒരു ലിക്വിഡ് ഫോം വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സ്മെല്ലുണ്ട്, ഒരു ഗ്യാസ് ഉണ്ട്, സാധനമുണ്ട്. അത് ചതച്ച് കഴിഞ്ഞാൽ ഉടനെ വെക്കുമ്പോഴത്തേക്ക് ആ മണം കിട്ടും. മണം അടിക്കുമ്പോഴത്തേക്ക് ഈ കാട്ടുള്ളി തൈലം ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു ഇരച്ച് കയറി വരുന്നൊരു ഫീല് നമുക്ക് കിട്ടും. ഇതേ ഉള്ളൂ ശരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാട്ടുള്ളി തൈലം ആളുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് പോകും. തലവേദന ഒരു ഇൻറ്റൻസിറ്റി കൂടിയൊരു സാധനം ഹിറ്റ് ചെയ്യണം. അപ്പം ഈ തലവേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ചിലർക്ക് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും, ചിലർക്ക് അത് ഫീൽ ആകത്തുമില്ല. ദോഷവശങ്ങളെ പറ്റിയിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, അങ്ങനത്തെ ഇതൊരു ഈ പറഞ്ഞ പുള്ളി ഒരു മോണോപോളി ആയിട്ട് ഭീകര കച്ചവടം നടത്തുന്ന സെറ്റപ്പ് അല്ല. അല്ല, പുള്ളിയുടെ മാത്രമേ ഈ റീലുകൾ കണ്ടിട്ടുള്ളൂ. പുള്ളിയുടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പറിച്ചെടുക്കാം. ആ ചെടി എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ചെയ്യാന്നുള്ളൂ. എന്തിനാ ഇതിന്റെ പുറകെ പോകുന്ന വെറുതെ? അല്ല, പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീലുകളില്ലേ, റീലുകൾ ഉള്ള തെറ്റാണ്.